ഇലക്ഷനില്ലേ, വോട്ട് ചോദിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാവുന്ന ജയിച്ച് വിടുന്നതിന് മുമ്പ് ഇതിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത പാർട്ടി നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ. അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനൊന്നും എനിക്കില്ല. ഞാൻ എന്തായാലും വോട്ട് ചെയ്യും. ഞാനൊന്ന് വായിക്കാം. ഒക്കെയാണ് ഞങ്ങാട് കുടിവെള്ള പദ്ധതി. കൊല്ലം നഗരത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ബി പാർക്ക്, ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ മൾട്ടിപ്പിൾ, ബ്രേക്ക് വാട്ടർ പാർക്ക്, 25,000 യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന IT പാർക്ക്. പവർ കട്ടില്ലാതെ ഇത് വാഗ്ദാനമാണോ? പവർ കട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ചിലപ്പോൾ ഇനി കയറുമ്പോഴുള്ള കാര്യമായി. പവർ കട്ടില്ലാതെ തുടർച്ചയായി 10 വർഷം. തദ്ദേശ റവന്യൂ സേവനങ്ങൾ വിരൽ തുമ്പിൽ. 5338 തീരദേശ കുടുംബങ്ങൾക്ക് 24,450 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി. മത്സ്യത്തൊഴിലാളി ഇൻഷുറൻസ് 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി. മാലിന്യമുക്ത നവകേരള ലക്ഷ്യത്തിലേക്ക് 37,363 ഹരിതകർമ്മസേന അംഗങ്ങൾ. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റൊക്കെ എടുക്കാൻ. അതായിരിക്കും ഉദ്ദേശിച്ചത്. ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ നെറുകയിൽ കേരളം. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ടൂറിസത്തിൻ്റെ പേരിൽ. കുറേ വ്ളോഗർമാർ വരുന്നു. അവർ വന്ന് കേരളം ശാന്തവും സമാധാനവും ആയതുകൊണ്ട് അവർ നൽകിയതാണ് അങ്ങനെ ഒരു പട്ടം. അല്ലാതെ സർക്കാരിൻ്റെ കഴിവ് കൊണ്ട് ടൂറിസം പദ്ധതി വിജയിച്ചതാണെന്ന് ഒന്നും അവകാശപ്പെടാൻ ആർക്കും പറ്റത്തില്ല. സർക്കാർ ചെയ്തത് ഇവിടുത്തെ ജനങ്ങളാണ്. ടൂറിസ്റ്റേഴ്സ് വരുമ്പോൾ മാന്യമായി പെരുമാറി മറ്റു രാജ്യങ്ങളിലൊക്കെ കേരളം ടൂറിസത്തിന് നെറുകയിലെത്തി. അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയൊക്കെ കേരളത്തിന് വേണ്ടി ഡെവലപ്ഡ് അല്ലേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ. നമ്മൾ അത് ഒന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവകാശം, അത് പ്രകൃതിയായിട്ട് നമുക്ക് കിട്ടിയത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനകത്ത് എന്തോ കാര്യമെന്നാണ് നോക്കുന്നത്. ഭൂപടത്തിൽ നെറുകയിൽ കേരളം വന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ജനങ്ങളെല്ലാം നല്ലതുപോലെ പെരുമാറിയുണ്ടും പിന്നെ ഇവിടെ ശാന്തവും സമാധാനവും അവർക്ക് തോന്നിയത് കൊണ്ട് അവരെല്ലാം വേണ്ടി നൽകിയതാണെന്ന്. 5 ലക്ഷം പേർക്ക് പട്ടയം നൽകി. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ച ഇടനാഴി. അതൊക്കെ കൊള്ളാം. കേരളം ടൂറിസത്തിന് നെറുകയെന്ന് ടൂറിസത്തിന് എന്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ആയമാർക്ക് 1000 രൂപ പ്രതിമാസം ഓണറേറിയം വർധനം. റബ്ബർ താങ്ങുവില 150 രൂപയിൽ നിന്ന് 200 രൂപയാക്കി. 20 രൂപ കൂട്ടിയിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡൊക്കെ എല്ലാ വീട്ടുകാർക്കും വേണം. അത് നല്ല കാര്യം തന്നെ. 30 രൂപയ്ക്ക് ഉച്ചഭക്ഷണം. ഇതെവിടെ ഈ സംഭവം കൊടുക്കുന്നത്? 30 രൂപയ്ക്ക് ഉച്ചഭക്ഷണം. കേരളത്തെ വിശപ്പ് രഹിത സംസ്ഥാനമാക്കുന്നതിന് സുഭിക്ഷ വഴി 30 രൂപയ്ക്ക് ഉച്ചഭക്ഷണം.
നമ്മൾ ഉച്ചയ്ക്ക് വല്ല ഹോട്ടലിലാണ് കഴിച്ചിരിക്കുന്നത്. ഇത് 30 രൂപയുടെ ഭക്ഷണം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തോ സംഭവം അറിയാൻ മേല. സംഭവം കൊണ്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉള്ളതാണ്. IT കയറ്റുമതിയിൽ സർവകലാ റെക്കോർഡ്. ഇത് IT കയറ്റുമതി ഫോൺ വഴി ഇൻ്റർനെറ്റ് സമത്വം. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈൻ, പൊതുജനങ്ങളും വേഗത്തിൽ സേവനങ്ങൾ. സത്യം പെറ്റിയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. എല്ലാം ഓൺലൈൻ വഴിയാണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് 5000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം. 55,000 ഹൈടെക് ക്ലാസ് മുറികൾ, സൗജന്യ യൂണിഫോം, പാഠപുസ്തകം. സൗജന്യ യൂണിഫോമും പാഠപുസ്തകമൊക്കെ ഉണ്ട് ഇപ്പം. ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഒന്നും ഫ്രീ ആയിട്ട് ഒന്നുമില്ല, എല്ലാം കാശ് കൊടുത്ത് പഠിക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഭാഗ്യം. ചികിത്സയിലെ കേരള മാതൃക 75,008 കോടിയുടെ സൗജന്യ ചികിത്സ. കുറേ ഉണ്ട്, ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടൊക്കെ ഉണ്ട്. എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതായിരിക്കും. അവർ ചെയ്തത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അവകാശപ്പെടാൻ അതിനകത്ത് അധികാരം ഉണ്ടെങ്കിൽ അധികാരമുണ്ട്. നമ്മൾ പിന്നെ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. എല്ലാവരും എല്ലാം നോക്കിയുന്നുണ്ട്. എല്ലാ സ്ഥലത്തെ സ്ഥാനാർത്ഥികളും അവരവരുടെ ഇഷ്ടത്തിൽ വിജയിപ്പിച്ച് വിടുക.